ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളെ എല്ലാ ആളുകളും വർഷാവർഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെയോ കടകളുടെയോ കെട്ടിട നികുതി അഥവാ ബിൽഡിംഗ് ടാക്സ് അടക്കുക എന്നത്. മുൻപൊക്കെ ഇതിനായി നമ്മൾ പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ പോയി ജോലി സമയമൊക്കെ കളഞ്ഞ് വലിയ ക്യൂ നിൽക്കേണ്ടി വരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ കേരള സർക്കാരിൻ്റെ കെ സ്മാർട്ട് പോർട്ടൽ വഴി വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കെട്ടിട നികുതി ഓൺലൈനായി അടച്ചു തീർക്കാൻ സാധിക്കും. ബിൽഡിംഗ് ടാക്സ് അടക്കുന്നത് എങ്ങനെയാണ്, ടാക്സ് അടച്ച രസീത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും വളരെ ലളിതമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിൽഡിംഗ് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നിങ്ങളുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ സെർച്ച് ബാറിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം കെ സ്മാർട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുന്നതോടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ക്വിക്ക് സർവീസസ് എന്നുള്ളതിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പ്രോപ്പർട്ടി ടാക്സ്, ക്വിക്ക് പേ, ഡൗൺലോഡ് റെസിപ്റ്റ്, എസ്റ്റിമേറ്റ് ടാക്സ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിന്നും പ്രോപ്പർട്ടി ടാക്സ്, ക്വിക്ക് പേ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നിങ്ങൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. തുടർന്ന് നമുക്കിവിടെ നമ്മുടെ ബിൽഡിംഗ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി 2 ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് സെർച്ച് എന്നും അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇപ്പോൾ ഞാനിതിൽ അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അത് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. ഇപ്പോൾ എൻ്റേത് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് വരുന്ന ഭാഗത്ത് ലോക്കൽ ബോഡി നെയിം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് വാർഡ് ഇയർ എന്നുള്ളതാണ്. അത് നിലവിലുള്ളത് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വരുന്നത് വാർഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ വാർഡ് നമ്പർ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. വാർഡ് നമ്പറും നെയിമും അവിടെ കാണാം. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ ബിൽഡിംഗ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട മെത്തേഡ് ഏത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിൽ ഡോർ നമ്പർ എന്നുള്ളത് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. കൂടാതെ ഓണർ നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡോർ നമ്പർ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഡോർ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ വീട്ടു നമ്പർ അല്ലെങ്കിൽ കെട്ടിട നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന ഭാഗത്ത് സബ് നമ്പർ എന്നുള്ളതാണ്. നിങ്ങളുടെ ബിൽഡിങ്ങിന് അത്തരത്തിൽ സബ് നമ്പർ ABCD എന്നിങ്ങനെയുള്ള സബ് നമ്പേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള സബ് നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് താഴെ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഓണർ നെയിം നോക്കി നമ്മുടെ ബിൽഡിംഗ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇവിടെയുള്ള സെലക്ട് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. അവിടെ നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു പേ ചെയ്യേണ്ട എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സ്പ്ലിറ്റപ്പ് ആയിട്ട് അവിടെ കാണാവുന്നതാണ്. അതിന് താഴെയായിട്ട് മൊബൈൽ നമ്പർ എന്നുള്ളൊരു കോളം നമുക്ക് കാണാം. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള പേ നൗ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു കൺഫർമേഷൻ വിൻഡോ വരുന്നതായിരിക്കും. പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ്. അവിടെ യെസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയുള്ള പേ നൗ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. QR കോഡ്, UPI ID, കാർഡ്, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഓപ്ഷൻസൊക്കെ നമുക്കുണ്ട്. ഇപ്പം നമുക്കിവിടെ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെയുള്ള ക്ലിക്ക് ടു സീ QR എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു QR കോഡ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു QR കോഡ് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു UPI ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ കടകളിൽ പോയി QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നൽകുന്ന ആ രൂപത്തിൽ ഈ ഒരു പേയ്മെൻറ്റ് കൂടെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആ ഒരു പേയ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് തന്നെ ഇതുപോലെ റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ നൽകിയിട്ടുള്ള ബിൽഡിംഗ് ടാക്സിൻ്റെ റെസിപ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെയുള്ള പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകാം. തുടർന്ന് ഇവിടെയുള്ള ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് നൽകാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെയുള്ള ഗെറ്റ് OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP സെൻഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു 6 അക്ക OTP കോഡ് നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. തുടർന്ന് ഇവിടെയുള്ള വലതുവശത്ത് കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്റ്റ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ശേഷം ഇനി നമുക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബിൽഡിംഗ് ടാക്സ് ഓൺലൈനായി അടക്കുന്നതെന്നും അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരും ഇതിനായി ഓഫീസുകളിൽ പോയി ക്യൂ നിന്ന് സമയം കളയേണ്ടതില്ല. പേയ്മെൻറ്റ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് മറുപടി നൽകാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് നൽകുക. ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം.